അമ്മ നിങ്ങളെ രണ്ടുപേരെ എപ്പോഴും കാത്തു രക്ഷിക്കട്ടെ. കാരണം നിങ്ങൾ ഒന്നിച്ചു കാണാൻ അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞു തീരും. നിന്റെ സെലക്ഷൻ അസലായിട്ടുണ്ട്. നിന്റെ സാരി എന്ത് നല്ലതാ. ഇത് എവിടുന്നാ വാങ്ങിയത്? ഈ സാരി എന്റെ ഹസ്ബൻഡ് വാങ്ങി തന്നതാ. ഈ ഭർത്താവ് ഭർത്താവ് എന്നുള്ള വിളികെട്ടി ചെവി തഴമ്പിച്ചു. എന്തിനാ അവർക്ക് എപ്പോഴും ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ കാണുന്നുണ്ടോ? ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. ഭാര്യയോട് എന്തുമാത്രം സ്നേഹമാണെന്ന് കണ്ടോ? നിങ്ങളും ഉണ്ടല്ലോ. ഇന്ന് ഒരു ടൗവലെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? എന്നെ സൂരജിനെ ഒന്നിപ്പിച്ചത് ഈ അമ്മ തന്നെയായിരിക്കും. നന്നായിരിക്കും മോളെ. ഇന്നു മുതൽ ഈ ഏരിയ എന്റേത് മാത്രമാ. എന്റേത് മാത്രം. ഇന്നു മുതൽ മനോഹർ പാൻ മസാല നട്ടുമ്പോ ഈ പരിസരത്ത് എങ്ങും കാണില്ല. കാലെടുക്കണം. ഗംഭീരം. നിന്നെ സമ്മതിച്ചേ പറ്റൂ. പിടിച്ചതേ പിടിച്ചു. അതും ഗുലാബ് സിംഗിന്റെ മകളെ തന്നെയാ. ആ പാവം ഗുലാബ് സിംഗ് ആണെങ്കിൽ നീ ബ്രഹ്മചാരിയാണെന്ന് കരുതി അയാളുടെ മകളെ നോക്കാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷെ നീ എന്താ ചെയ്തേ? നോക്കി നോക്കി അവളെ അങ്ങ് ഹൃദയത്തിലോട്ട് വെച്ചു. കൊള്ളാം. എന്തായാലും സമ്മതിച്ചു നിന്നെ. കൈക്കലാക്കിയതോ നഗരത്തിലെ തന്നെ ഏറ്റവും സൂപ്പർ സാധനത്തിനെ. നിങ്ങളെ പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഇതെന്താ ഇവിടെ നടക്കുന്നേ? ഏതോ ഗുണ്ടകള് വന്ന അമ്പലമുറ്റത്ത് അടിപിടി അടക്കുക. അവർക്ക് ഈശ്വരന് വല്ല പേടിയുണ്ടോ? അപ്പൊ നിന്റെ ഭർത്താവ് ഗുണ്ടയായിരുന്നല്ലേ? ഈ സാരിയും വളയും പൊട്ടും കമ്മലും ഒക്കെ ഗുണ്ടായസം കൊണ്ട് സമ്പാദിച്ചതായിരിക്കും അല്ലേ? ഇങ്ങനെയുള്ളവരെ കല്യാണം കഴിക്കുന്നില്ല നല്ലത് കല്യാണം കഴിക്കാതിരിക്കുന്നല്ലേ? ഇഷ, ഇന്ന് നീ വയസ്സറിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തിങ്കളാഴ്ച വ്രതമാ. എന്തുവരുമാ ഭഗവാനോട് ചോദിച്ചേ? അത് പിന്നെ ഭാര്യയും ഭർത്താവും പരസ്പരമുള്ള നിഴലുകൾ പോലെയാ. എന്നുവെച്ചാ ഒരാളുടെ ശരീരവും മറ്റൊരാളുടെ നിഴലും. അങ്ങനെ ഒരു ബന്ധമാകുമ്പോൾ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാൾക്കും അതിൽ ഉത്തരവാദിത്വം ഉണ്ടാവും. അതേപോലെ ഒരാളുടെ വിജയം മറ്റൊരാളുടെ വിജയവും ആയിത്തീരും. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു IAS ഭർത്താവിനെ കിട്ടാനാ. അപ്പൊ ആളുകൾ കാണുമ്പോ എന്തു പറയും? അത് കണ്ടോ, IAS ഓഫീസറിന്റെ ഭാര്യയാ പോകുന്നേ. പൂജയൊക്കെ തീർന്നില്ലേ? എന്നാ പോവാം. അടിപൊളിയായിട്ടുണ്ടല്ലോ ആരോസ്. ഇന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ.
ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ? സ്പെഷ്യൽ ഡേ ഒക്കെ ആണ്. കാരണം എനിക്കിന്ന് നിന്നോടൊരു താങ്ക് യു പറയണം. താങ്ക് യു. അതെ കാവ്യ, നീ എന്റെ ലൈഫിലെ ബെസ്റ്റ് മെമ്മറീസ് വീണ്ടും എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. മനസ്സിന് വീണ്ടും ഒരു ധൈര്യം ഉണ്ടാക്കി. ഇനി എത്രയും പെട്ടെന്ന് എന്റെ അസുഖമൊക്കെ മാറി 2 കാലിൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. സോ താങ്ക് യു കാവ്യ. എന്താ ഇങ്ങനെ കെയർലെസ് ആയി ചെയ്യുന്നത്? ഇവൾ പ്രഗ്നന്റ് ആണ്. നിന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഇതൊരു വീടാണ്, കളിസ്ഥലമൊന്നുമല്ല. വേലക്കാരി വേലക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം. അനുരാഗേട്ട പ്ലീസ്. കാവ്യ ഇവിടുത്തെ വേലക്കാരി ഒന്നും. സോറി സർ, ഐ എം സോറി. അടുത്ത തവണ ഈ വേലക്കാരി കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു അവസരം പോലും ഉണ്ടാക്കില്ല. കാവ്യ സോറി. ആ, കുഴപ്പമില്ലല്ലോ. ഇല്ല. കുട്ടിയുടെ കാര്യത്തിൽ ഇത്രയും ടെൻഷൻ എന്തിനാ? അപ്പൊ പിന്നെ ഞാൻ പ്രഗ്നന്റ് അല്ലെന്നറിയുന്ന ദിവസം ഇവിടെ എന്തായിരിക്കും? ചെറിയച്ഛൻ വന്നു, ചെറിയച്ഛൻ വന്നു, ചെറിയച്ഛൻ വന്നു. അകത്ത് പോയി കളിക്കുക കേട്ടോ. അമ്പലത്തിലും ജോലി നടത്തിയിട്ടാണ് സാറ് വന്നിരിക്കുന്നതെന്ന് തോന്നുമല്ലോ. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. സൂരജ് മോനെ, നിനക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല വല്യമ്മേ, കുഴപ്പമില്ല. അല്ലെങ്കിലും ഗുണ്ടകൾക്ക് എന്ത് കുഴപ്പമുണ്ടാകാനാ? അവർക്ക് അമ്പലമായാലും എന്താ വീടായാലും എന്താ, എല്ലാം തല്ലുകൂടാനുള്ള സ്ഥലമല്ലേ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. അനിയനല്ലേ ഇവരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത്. എന്നിട്ടിപ്പോ കണ്ടോ, എന്നെ പോലെ ദൈവത്തിന് ഈ ബന്ധം നന്നായിരിക്കണമെന്ന് താല്പര്യമില്ല. അതുകൊണ്ടല്ലേ പൂജ പൂർത്തിയാകാതെ രണ്ടുപേരും തിരിച്ചു വന്നത്. അല്ല, പൂജയൊക്കെ എപ്പോഴും പൂർത്തിയായി. ഇതാ പ്രസാദം. അസലായി. ഇതുകൊണ്ടല്ലേ ഈശ്വരൻ നിന്നെ ഈ വീട്ടിൽ മരുമകളായിട്ട് അയച്ചത്. ഇവന്റെ തലയിലെടുത്ത് നന്നായത് കൊണ്ടല്ലേ നിന്നെ പോലൊരു മോളെ ഇവന് ഭാര്യയായിട്ട് കിട്ടിയത്. അങ്ങനെയല്ല അനിയ, തലയിലെഴുത്തൊന്നും അല്ല. ഇവൾ എന്റെ സൂരജിന്റെ തലവിധിയാ. ഏറ്റവും വലിയ നിർഭാഗ്യ. എന്തായാലും നീ ഗുണ്ട തന്നെയല്ലേ? ചതിയും വഞ്ചനയും അല്ലാതെ നിനക്കൊക്കെ വേറെ എന്തെങ്കിലും അറിയോ? അപ്പൊ നിന്റെ ഭർത്താവ് ഗുണ്ടയാണല്ലേ? ഈ സാരിയും വളയും പൊട്ടും കമ്മലും ഒക്കെ ഗുണ്ടായുസം കൊണ്ട് സമ്പാദിച്ചതാണല്ലേ? നീ നിന്നെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്ക് ഈഷ. ഇത് നീ തന്നെയാണോ? എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നീ തകർന്നു പോകരുത്. നിനക്കിവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിക്കാനുണ്ട്. അല്ല, എവിടെ പോയി നമ്മുടെ മഹാറാണി? അമ്പലവും വഴിപാടും പ്രസാദവും ഒക്കെ മതി. പോയി തുണി അലക്കാൻ നോക്ക്. ദാ വരുന്നു.